ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് പെറ്റ് പാരൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു കോമ്പാണ്. ഇതിനകത്ത് നമുക്കിവിടെ ബാക്കിൽ പ്രസ് ചെയ്യാനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് വെച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഫർ ഇവിടെ ഇങ്ങനെ വരുന്നതെല്ലാം എടുത്ത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതിന് വരുന്നത് ഒരു 200 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഹെയറി ബ്രീഡ്സിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് വാട്ടർ സ്പ്രേ പോലെയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ ഇതിങ്ങനെ ആക്കിയിട്ട് ഇവിടെ നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ ഓൾറെഡി ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വെള്ളം നിറച്ചിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ വെള്ളം ഇങ്ങനെ കണ്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് നമുക്കിങ്ങനെ കോം ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവരെ ഡെയിലി അല്ലെങ്കിൽ ഒരു നമ്മൾ ഇപ്പം 2 വീക്സ് 3 വീക്സ് കൂടുമ്പോൾ നമുക്കിവരെ കുളിപ്പിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ നമ്മളൊരു ഫർ ഇവിടെ വന്ന് അടിഞ്ഞു കൂടുന്ന ഫർ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് അതിന് ശേഷം ഇത് റീചാർജ് ചെയ്യാം. നമുക്കിങ്ങനെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് വയറൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഞാൻ മേടിച്ചത് ഒരു വൈപ്സ് ആണ്. പെറ്റ് വൈപ്സ് ആണ്. ആലോവേറ ആൻഡ് നീമിൻ്റെ ഒക്കെ എക്സ്ട്രാക്റ്റ് വരുന്ന വൈപ്സ് ആണ്. ഇതിനകത്ത് നല്ലൊരു പ്ലസൻറ്റ് സ്മെല്ലാണ്. കാരണം പലപ്പോഴും നമ്മുടെ പെറ്റ്സിനെ നമുക്ക് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് കുളിപ്പിച്ചൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്കൊരു സ്മെല്ല് വരും, പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റിൽ. അപ്പോൾ നമുക്ക് ഇവർക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇയർ ക്ലീനിങ്ങിനും ഇവർക്ക് നല്ലതാണ്. സോ ഇതിനകത്ത് വരുന്നത് 100 വൈപ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 220 റുപ്പീസാണ്. പിന്നെ ഞാൻ മേടിച്ചത് ഒരു കാൽസ്യം മിൽക്ക് ബോണാണ്. അപ്പോൾ ഇതിനകത്ത് 7 പീസസ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോണിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇതാണ്ട് ഇത്രയും വരും. ഇതാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ ഓരോരു ബോണിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് നല്ല റേറ്റാണ്. അത്യാവശ്യം 120 റുപ്പീസാണ്. ഇതിൻ്റെ വലിയ പാക്കറ്റ്സ് കിട്ടും, ചെറിയ 2 എണ്ണം മാത്രമായിട്ട് വരുന്ന കുഞ്ഞ് പാക്കറ്റ്സും കിട്ടും. പിന്നീട് ഞാൻ എന്താണ് മേടിച്ചത്, പിന്നെ ഞാനൊരു കോളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ബെൽറ്റ് കോളർ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇയർ ഡ്രോപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. കോളർ അവൻ ഇട്ടേക്കാണ്. ഇയർ ഡ്രോപ്സ് ഞാൻ പുറത്ത് മെഡിസിനൊക്കെ വയ്ക്കാനൊക്കെ മാറ്റി വെച്ചേക്കാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അവനെ യൂസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. സോ നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.